ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വ്യക്തിവൈരാഗ്യം മൂലം ഇരുചക്രവാഹനം കത്തിച്ചതായി പരാതി. തിരൂർ വെട്ടം വാക്കാട് സ്വദേശി ഇബ്രാഹിമിന്റെ പുരക്കൽ ഫറൂഖിന്റെ ബൈക്കാണ് പ്രദേശവാസി വ്യക്തിവൈരാഗ്യം മൂലം കത്തിച്ചതെന്നാണ് പരാതി. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. വെട്ടം വാക്കാട് സ്വദേശി ഇബ്രാഹിമിന്റെ പുരക്കൽ ഫറൂഖിന്റെ KL 53A2202 നമ്പർ ബൈക്കാണ് പ്രദേശവാസി വ്യക്തിവൈരാഗ്യം മൂലം കത്തിച്ചതെന്നാണ് പരാതി. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഈ അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തി സൈക്കിൾ പിടിച്ച് വലിച്ച് എൻ്റെ ഇളയ മകന് റോഡിൽ വീഴുകയുണ്ടായി. അപ്പോൾ ഇളയ മകൻ്റെ കാലും കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാനിത് കേസ് കൊടുക്കാനും വേണ്ടി ഞാൻ പോയിരുന്നു. പക്ഷേ ഞാൻ പിന്നെ അങ്ങോട്ട് സബൂർ ചെയ്ത് പോയി. കേസാക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ നടക്കണ്ടേ എന്നുള്ള ഒരു നിലക്ക് ഞാനണ്ട് ഒഴിവായി. വീണ്ടും അവന് ഇതിനെ പറ്റിയിട്ട് ഞാൻ അവനെ പറ്റിയിട്ട് ചോദിച്ചപ്പോഴാണ് അവന് ഇനിയും തൊള്ളയിൽ തോന്നിയ തെമ്മാടിത്തരൊക്കെ എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, എന്നെ റോട്ടിൽ കൂടെ നടത്തിക്കൂല, എൻ്റെയും മക്കളെയും അങ്ങനെ ആക്കൂ ഇങ്ങനെ ആക്കൂ എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണിയൊക്കെ ഇവനൊക്കെ എനിക്കുള്ള പണി ഞാൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭീഷണിയൊക്കെ പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മിനിയാന്ന് രാത്രി ഞങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു 1:30-2 മണി സമയത്ത് ഈ വണ്ടി ഇവിടുന്ന് എൻ്റെ വീട്ടിന് മുന്നിൽ ഇത് ഒരു 4 വർഷത്തോളം ഈ വണ്ടി ഇവിടെ തന്നെ ഞാൻ വെക്കൽ. ഇതുവരെ ഒരു വണ്ടിക്ക് ഒരു പോറൽ പോലും ഇന്ന് വരെ ഏറ്റിട്ടില്ല. ഈ പ്രശ്നം കാരണം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് വാക്കാട് പെട്രോൾ പമ്പിന് സമീപത്തേക്ക് എത്തിച്ചാണ് കത്തിച്ചിട്ടുള്ളത്. തന്റെ കുട്ടികളെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് പോലീസിൽ പരാതി കൊടുക്കുമെന്നുണ്ടായ പകയാണ് ബൈക്ക് കത്തിക്കാൻ കാരണമെന്ന് ഫറൂഖ് പറഞ്ഞു. ഇതിൻ്റെ പേരിൽ എനിക്കുണ്ടായ നഷ്ടം എൻ്റെ കുടുംബത്തിന് ഭീഷണിയുണ്ട്. അത് ഈ പരിസരവാസികൾ ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിനോട് ചോദിച്ചാൽ ഇവരെ ഫുള്ള് ഡീറ്റെയിൽ അവർ പറഞ്ഞു തരും. കാരണം അവർ ഇവരെ പേടിച്ചിട്ട് ജീവിക്കുകയാണ്. അവർ ഇവരെ ഭീഷണിപ്പെടുത്തും. ഇവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കെല്ലാം രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് ശല്യമാണ്. ഇവർ കഞ്ചാവും ബ്രൗൺ ഷുഗറിനും ഒക്കെ അടിമയായിട്ട് ഉള്ള കുട്ടികളാണ്. ഇവർ കാരണം പുറംനാട്ടിൽ നിന്ന് വരെ കുട്ടികൾ ഇവിടെ വന്നിട്ട് കഞ്ചാവ് വലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ ആളുകൾ പിന്നെ കണ്ടില്ല എന്ന് നടിച്ചിട്ട് ആളുകൾ കണ്ണടച്ച് പോകും. ആളുകൾ ഇതിനെ എതിർക്കാൻ നിൽക്കില്ല. കാരണം ഇവരെ പേടിയാണ്, ആളുകൾക്ക് എതിർത്ത് നിൽക്കാൻ പേടിയാണ്. ഇവർ വലിയ ആയുധങ്ങളുമായിട്ട് ഇവർ വന്ന് ഭീഷണിപ്പെടുത്തും. പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും SI ശ്രീജിത്ത് നരേന്ദ്ര പറഞ്ഞു.